ഭരദ്വാജ് രംഗനോടൊപ്പമുള്ള അഭിമുഖത്തിൽ ഫഹദ് ഫാസിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായിരിക്കുകയാണ്. ഡൈനിങ് ടേബിളിലോ ഫ്രീ ടൈമിലോ പ്രേക്ഷകർ ഒരു നടന്റെ ആക്ടിംഗ് പെർഫോമൻസ് കണ്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. സിനിമ കണ്ടുവരുന്ന സമയം തിയേറ്ററിൽ നിന്നോ വീട് വരെയുള്ള ഡ്രൈവിൽ നിന്നോ സംസാരം നിർത്തണം. സിനിമ കാണുന്നതിനേക്കാൾ ലൈഫിൽ എന്തെങ്കിലും ചെയ്യൂ. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഇന്ത്യൻ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. അങ്ങനെയിരിക്കെ ഫഹദ് ഫാസിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പിന്നിലെ കാരണം അന്വേഷിക്കുകയാണ് ആരാധകർ. ഭരദ്വാജ് രംഗനും ഈ സ്റ്റേറ്റ്മെന്റിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് അഭിമുഖത്തിൽ കാണാനാകും. ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഇഴകീറി പരിശോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. ഫഹദ് പറഞ്ഞതിനോട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട്. പ്രതികൂലിക്കുന്നവർ ചോദിക്കുന്നത് പണം മുടക്കി സിനിമ കാണുന്ന പ്രേക്ഷകർ അതിനെപ്പറ്റി സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നതാണ്. ഇന്ത്യൻ സമൂഹത്തിൽ സിനിമ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതായതുകൊണ്ട് തന്നെ പല കഥാപാത്രങ്ങളെ പറ്റിയും ഊണുമേശയിൽ സംസാരിക്കുന്നത് ഒരു ആവശ്യകതയാണെന്നും സിനിമയെപ്പറ്റി വാതോരാതെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ചുറ്റിലുണ്ടെന്നും സിനിമയെ അത്രത്തോളം സ്നേഹിക്കുകയും സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ചെയ്യുന്ന ആളുകൾ അതേപറ്റിയുള്ള സംസാരം തിയേറ്ററിൽ നിന്നുള്ള തിരിച്ചുവരവിൽ തന്നെ നിർത്തണം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും എന്നുമാണ് ഇക്കൂട്ടരുടെ ചോദ്യം. ഡൈനിങ് ടേബിളിലും ഫ്രീ ടൈമിലും ഇതൊക്കെ പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ശരിക്കും അപ്പോഴല്ലേ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയി ഇതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റൂ എന്നതാണ് ഇവരുടെ ചോദ്യം. നമ്മുടെ ഏറ്റവും കംഫർട്ട് സോണിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ സിനിമയൊക്കെ ഡിസ്കസ് ചെയ്യാതെ പിന്നെ എന്ത് കാര്യം പറയാനാണെന്നും ലൈഫിനെ ഡൈനാമിക് ആക്കുന്നത് ഇതുപോലെയുള്ള ഇഷ്ടങ്ങളല്ലേ എന്നും 24/7 ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിച്ച് കറങ്ങുന്ന ഒരു യന്ത്രമൊന്നുമല്ലല്ലോ മനുഷ്യനെന്നും ഇതേ കമന്റിലുണ്ട്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ ഉപേക്ഷിക്കണോ അതോ തുടർന്ന് ചർച്ച ചെയ്യണോ എന്നൊക്കെയുള്ളത് പ്രേക്ഷകരുടെ സ്വാതന്ത്ര്യമാണ്. ഏതൊരു കലാരൂപമായാലും അത് അനുഭവിച്ച സ്ഥലത്ത് തന്നെ കളയാത്തത് കൊണ്ടാണ് ആ കലകൾ വളർന്നു വരുന്നത്. നിരന്തരമുള്ള മനനത്തിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെ തന്നെയാണ് സിനിമയും വളരുന്നതും പുതിയ പുതിയ തലത്തിലേക്ക് എത്തുന്നതും. ഫഹദിനെ പോലെ ഇത്രയും സീരിയസ് ആയി സിനിമയെ സമീപിക്കുന്ന ഒരാൾ ഇങ്ങനെ ഉപദേശിക്കുന്നത് ശരിക്കും കല്ലുകടിയാണ്. ഇങ്ങനെയാണ് പ്രതികൂലിക്കുന്ന മറ്റൊരാളുടെ അഭിപ്രായം. ഫാൻസ് അസോസിയേഷനും അതിന്റെ കൂടെ വരുന്ന ഫാൻ ഫൈറ്റും മറ്റും വേണ്ടെന്ന് വെച്ചത് നല്ലതാണ്. പക്ഷേ ഫഹദ് ഈ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. കുറെ പേർ ഒത്തുകൂടുമ്പോൾ ചർച്ച ചെയ്യുന്ന ലോകകാര്യങ്ങൾക്കിടയിൽ സിനിമയും വരണം. കാരണം ഇന്ത്യക്കാരുടെ ജീവിതവും സിനിമയും തമ്മിൽ വെറും വിനോദോപാധി എന്നതിൽ കവിഞ്ഞ് ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു ബന്ധമുണ്ട് എന്നാണ് മറ്റൊരു കമന്റ്. ലൈഫിലെ ഓട്ടപ്പാച്ചിലിൽ നിന്നും ഒന്ന് റിലാക്സ്ഡ് ആവാനാണ് സിനിമയ്ക്ക് പോകുന്നത്. കണ്ടു കഴിഞ്ഞ ആ സിനിമയെ പറ്റി 4 ആളോട് പറഞ്ഞും പോസ്റ്റ് എഴുതിയിട്ടും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തുമൊക്കെയാണ് നല്ല സിനിമകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. അല്ലാതെ കണ്ടു കഴിഞ്ഞ് അവിടെ വിട്ടാൽ പല പടങ്ങളും അർഹിച്ച വിജയം നേടാതെ പോവും എന്നാണ് വേറൊരു കമന്റ്. സിനിമയ്ക്കും സിനിമാ ചർച്ചകൾക്കുമുള്ള അമിത പ്രാധാന്യത്തെ പറ്റി ഒരു നടൻ തന്നെ ഇതെല്ലാം ഓവറാണ് എന്ന് പറയുന്നത് അത്യപൂർവമാണ് എന്ന് ആശ്ചര്യപ്പെടുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. പ്രതികൂലിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗത്തിന്റെ അഭിപ്രായങ്ങളിൽ ഈ രീതി തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫഹദിന്റെ വാക്കുകളോട് അനുകൂലിക്കുന്നവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫഹദ് അല്ലാതെ മറ്റൊരു താരവും ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല എന്നതാണ് അതിലൊരു കമന്റ്. ഒരു എന്റർടൈൻമെന്റ് എന്നതിലുപരി സിനിമയ്ക്കോ താരങ്ങൾക്കോ അധിക പ്രാധാന്യമൊന്നും നൽകാതെ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തൂ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് അനുകൂലിക്കുന്നവരുടെ പൊതു അഭിപ്രായം. സിനിമ കാണുന്നതിനേക്കാൾ ലൈഫിൽ എന്തെങ്കിലും ചെയ്യൂ എന്നല്ല ഫഹദ് പറഞ്ഞത്. സിനിമ കാണുന്നതിനപ്പുറത്തും നമുക്ക് ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന രീതിയിൽ ഈ സ്റ്റേറ്റ്മെന്റിനെ വായിക്കുന്നവരുമുണ്ട് അനുകൂലിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഒരു ചാനൽ പരിപാടിയിൽ സുരാജ് വെഞ്ഞാറമൂട് ഫഹദിനോട് ചോദിച്ചിട്ടുണ്ട് ഫാൻസ് അസോസിയേഷൻ ഒന്നും തുടങ്ങുന്നില്ലേ എന്ന്. പിള്ളേര് പഠിക്കട്ടെ എന്നായിരുന്നു ഫഹദിന്റെ മറുപടി. ഫാൻസ് അസോസിയേഷനിലും സ്റ്റാർഡത്തിലും ഒന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഫഹദ് എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ധൈര്യത്തോടെ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് മറ്റൊരു കമന്റ്. വേറൊരു കമന്റ് ഇങ്ങനെയാണ്: സിനിമകളിൽ നായകൻ എന്ന നിലയിൽ തന്നെ കാണിക്കുന്ന വയലന്റ് സീനുകൾ ആരും അനുകരിക്കാതിരിക്കാൻ ഒരു മുൻകരുതൽ പോലെ പറഞ്ഞതാവും. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പുതിയ തലമുറയെ കഥാപാത്രങ്ങളുടെ മാനറിസങ്ങൾ വേട്ടയാടുന്നുണ്ട്. നിന്ന നിൽപ്പിൽ കസേര വലിച്ചെറിയുക, കുപ്പി കൊണ്ട് തലയടിച്ചു പൊട്ടിക്കുക, പലതരത്തിൽ ആക്രമിക്കുക എന്നതൊക്കെ ഒരുപാടിടങ്ങളിൽ കാണുന്നുണ്ട്. സിനിമയിലെ നായകനെ തന്റെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുക പലർക്കുമുള്ള ശീലമാണ്. അതൊക്കെയാവും ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കമന്റ് അവസാനിക്കുന്നത്. എന്തായാലും ഫഹദ് പറഞ്ഞതിലെ നല്ലത് മാത്രം എടുത്തുകൂടെ എന്നാണ് അനുകൂലിക്കുന്നവർക്ക് ചോദിക്കാനുള്ളത്. ഈ വിഷയത്തിൽ ചർച്ച തുടരുകയാണ് സോഷ്യൽ മീഡിയ.